പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇതിൽ ആദ്യം ഈ ക്യാൻവാസിൻ്റെ ടോപ്പിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ 3.5 ഇഞ്ചാണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത്. താഴത്തോട്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ 2 പോയിൻറ്റും കൂടി ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒരു യു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലോട്ടും കൂടി നമുക്ക് 1 ഇഞ്ച് വിട്ടിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ വരെ. എന്നിട്ട് അതും കൂടി ഒന്ന് യു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത ഈ യു ഷേപ്പ് ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്യാൻവാസിൻ്റെ ബാക്ക് സൈഡിൽ ഗം ഉണ്ടാവും. അത് അയൺ ചെയ്യുമ്പോൾ തുണിയിൽ ഒട്ടിപ്പിടിച്ചോളും. അതിന് ശേഷം കുറച്ച് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഈ ഷേപ്പിലൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യു ഷേപ്പിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫാബ്രിക് ഗ്ലൂ ഞാൻ ഈ യു ഷേപ്പിൻ്റെ സൈഡിൽ കൂടി ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ സൈഡിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യേണ്ട കുർത്തിയുടെ ഫ്രണ്ട് പീസാണിത്. അതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് നല്ല വശത്തല്ല, ബാക്ക് സൈഡിൽ ഞാൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ബാക്ക് സൈഡ് അവിടെ നമ്മളിപ്പം റെഡിയാക്കി വെച്ച ഈ പീസ് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച പീസിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെല്ലാം മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സൈഡിൽ കൊടുത്ത സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടും കൂടി കൊടുക്കാം. അതും ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിലൊന്നും തട്ടരുത്. ഇനി നമുക്കിത് ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ഈ സൈഡിലേക്ക് കൂടി ഇങ്ങനെ യു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതിൻ്റെ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് പതുക്കെ ആ സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലേസും ആ നെക്കിൻ്റെ ആ ഷേപ്പും അവിടെ ഒന്നിച്ച് നല്ല സ്റ്റൈലായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് യു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ അതേപോലെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ റെഡി ആയില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.